ഒരു വെജിറ്റബിൾ കുറുമ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി 1/2 കപ്പ് നാളികേരം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 5-6 കാഷ്യൂനട്ട്, അതില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി അരിഞ്ഞത്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു 15 ബീൻസ്, 150 ഗ്രാം കോളിഫ്ലവർ, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് അതുകൂടി ചേർത്ത് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ഉടനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേനും ഇതുപോലെ നന്നായി വെന്ത് കിട്ടിയിരിക്കും. അത് മാറ്റി വയ്ക്കുക. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 3 ഗ്രാമ്പു, 2 ഏലക്ക, 1/2 ഇഞ്ച് നീളമുള്ള ഒരു പട്ടക്കഷ്ണം, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം അത് ചേർത്തതിന് ശേഷം അതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി രണ്ടും കൂടെ ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് കുറഞ്ഞ തീയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കുറഞ്ഞ തീയിൽ 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കുറഞ്ഞ തീയിൽ തന്നെ ഒരു 3 മിനിറ്റ് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതുപോലെ ആയിരിക്കും. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കുറഞ്ഞ തീയിൽ 2 മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ പച്ചമണം എല്ലാം വിട്ടു വന്നിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറഞ്ഞ തീയിൽ തന്നെ 1 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നാളികേരം അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1/2 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട്, കാരണം പൊട്ടുകടല അല്ലെങ്കിൽ കാഷ്യൂ ചേർത്തുകൊണ്ട് കറി തണുത്ത് കഴിയുമ്പോഴേക്കും കറി അത്യാവശ്യം നല്ലോണം തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറഞ്ഞ തീയിൽ തന്നെ 2 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി മേലെ ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറി നമുക്ക് ദോശയ്ക്കോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എന്തിനും പറ്റുന്ന നല്ലൊരു വെജ് കുറുമ റെഡി.